സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? ഞാനൊരു ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. ആ, അത് പറഞ്ഞാ പറ്റത്തില്ല. സാർ ഇവിടം വരെ വന്നിട്ടേ ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ പോയാ അത് ഞങ്ങൾക്കൊരു വിഷമാവത്തില്ലേ? സാറേ, സമൃദ്ധമോളെ സുഖമായിരിക്കുന്നില്ല അല്ലേ? മോക്ക് സുഖമില്ലാന്നും എന്തോ ട്രീറ്റ്മെന്റിന് പോകുന്നു ഒക്കെ ഇടയ്ക്ക് ശോഭന വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. നിങ്ങൾ തമ്മിൽ ഫോണിലിടയ്ക്ക് വിളിക്കാറുണ്ടോ? ആ, പിന്നല്ലാതെ. ഈ നാട്ടിൽ വന്നിട്ട് ശോഭന ആദ്യം പരിചയപ്പെടുന്നത് എന്നെയാ, അന്ന് അമ്പലത്തിൽ വെച്ച്. പക്ഷെ സമൃദ്ധമോൾ ഇതുവരെയായിട്ട് കാണാൻ പറ്റിയില്ല. സമൃദ്ധമൊക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അസുഖമൊക്കെ ഭേദമായില്ലേ? ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, ഉടനെ ഭേദമാവും. ആ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ വരുന്നുണ്ട് മോളെ ഒന്ന് കാണാൻ. ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ എടുക്കാം. അതറിഞ്ഞിരുന്നെങ്കില് ഇങ്ങനെ ആകുമായിരുന്നില്ല അവര് നിങ്ങളെ സ്വീകരിക്കുന്നത്. 10 വർഷം അവരുടെ മോളെ നിങ്ങൾ തടങ്കിൽ വെച്ചിരിക്കുകയായിരുന്നെന്ന് അവരറിഞ്ഞാലുണ്ടല്ലോ, അടുത്ത നിമിഷം അമ്മ അവിടെ എത്തും. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ സച്ചി, അതൊക്കെ സംഭവിച്ചു പോയതല്ലേ. പക്ഷേ അതൊക്കെ തിരുത്താൻ നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങളത് ചെയ്തില്ല. സച്ചി, സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നോട് ഞാൻ തുറന്നു പറഞ്ഞതാ. ഇപ്പോഴത്തെ ഈ സാഹചര്യവും തന്നെ ഞാൻ ബോധ്യപ്പെടുത്തിയതാ. പിന്നെ എന്തിനാ ഈ വരവ്? ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചയ്ക്കൊന്നും എനിക്ക് താല്പര്യമില്ല. പറഞ്ഞ വാക്ക് പാലിച്ചാൽ മതി. സച്ചി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സഹതാപോ കുറ്റബോധമോ ആണെങ്കിൽ അത് വേണ്ട. സച്ചി ഇപ്പോഴെന്നെ കാണുന്നത് സ്വന്തം ജീവിതം തകർത്ത ആളായിട്ടാണെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം അല്ലെങ്കിലും ഞാനും അതിലൊരു കാരണക്കാരനാണെന്ന കാര്യവും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് സച്ചി ഒന്ന് കേൾക്കണം. നമുക്ക് പുറത്തിറങ്ങി സംസാരിച്ചാലോ? പ്ലീസ്. സച്ചി, ഈ നിമിഷം വേണമെങ്കിലും ഞാൻ എന്റെ സമൃദ്ധയെ... എന്താ പറഞ്ഞ? നിങ്ങളുടെ സമൃദ്ധയോ? ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞ... ക്ഷമിക്കണം സച്ചിയുടെ അച്ഛനെ. ഈ നിമിഷം വേണമെങ്കിലും വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പഴയതൊന്നും ഓർമ്മയില്ലാത്ത അവൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന സങ്കടം മനസ്സിലാക്കാനോ സാധിക്കില്ല സച്ചി. കാരണം അവളുടെ ബോധത്തിലും വിശ്വാസത്തിലും അവൾ സമൃദ്ധയാണ്. 10 കൊല്ലം അവളുടെ ജീവിതം ഞങ്ങളുടെ കൂടെയായിരുന്നു. പേരുകൊണ്ടാണെങ്കിലും അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തായിരുന്നു ഞാൻ. നിങ്ങളെപ്പോലെ തന്നെ സമൃദ്ധയുടെ മനസ്സ് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതവളുടെ ജീവിതത്തിനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടോണ്ടാവരുത്. അങ്ങനെ വന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സച്ചി, ഞാൻ പറയുന്നതാണെന്ന് മനസ്സിലാക്കണം. അവളുടെ ലോകത്തിപ്പോ ഞാനും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മോളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവളെ അങ്ങനെ ആക്കിയതാ. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും. സച്ചി, വാശിയും വൈരാഗ്യം അല്ല ഇപ്പൊ വേണ്ടത്. അവസരോചിതമായൊരു തീരുമാനമാണ്. അർച്ചന ഇനി സച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ഇപ്പൊ താൻ മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ
സച്ചിയുടെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ സമയത്ത് അർച്ചന ഓർക്കുന്നത് സച്ചിയെ മാത്രമായിരിക്കും. ആ നിമിഷം അവൾ സച്ചിയുടെ അരികിലേക്ക് ഓടി വരും. 10 വർഷം ഒരുമിച്ച് ജീവിച്ച ഞാനും എന്റെ കുടുംബവും മാത്രമായിരിക്കും അന്ന് അവൾക്ക് അപരിചിതര്. എന്നെ ഓർക്കുക പോലുമില്ല. ആ സമയത്ത് സച്ചി ഈ ഭൂമിയിലില്ലെങ്കിൽ അർച്ചനയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സച്ചി ഇല്ലാത്ത ഈ ഭൂമിയിൽ ജീവിക്കേണ്ടെന്ന് അർച്ചന തീരുമാനിച്ച ആ ഷോക്കിന്റെ ആഘാതത്തിൽ അർച്ചന ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അർച്ചനെ തള്ളിവിടണോ? ഞാൻ ചെയ്തതിന്റെ തെറ്റും ശരിയും കുറ്റവും ശിക്ഷയെല്ലാം ഇടകേറി പരിശോധിക്കാൻ നമുക്ക് ഇനി സമയമുണ്ട്. അർച്ചനയുടെ ജീവനും ജീവിതവും അതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ കാണിച്ച ഈ അബദ്ധം ഇനി കാണിക്കരുത്. തന്റെ ജീവിതത്തിലേക്ക് അർച്ചന വരും. ഞാൻ അവളെ കൊണ്ടുവന്ന് തരും, സച്ചിയുടെ പഴയ അർച്ചനയായിട്ട്. അറിഞ്ഞുകൊണ്ട് ഇനിയൊരു ദുരന്തത്തിലേക്ക് എടുത്തു ചാടി ജീവിതത്തിലേക്കുള്ള വാതിൽ കൊട്ടി അടയ്ക്കരുത്. അബദ്ധം ആവർത്തിക്കരുത്. ഇനിയെല്ലാം സച്ചിയുടെ കയ്യില്ല, സച്ചിയുടെ കയ്യിൽ മാത്രം. ഇതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്.